Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy. എന്നാലും സാരി ഉടുത്ത ഫൈറ്റ് സീൻ ചെയ്യാൻ കാണിച്ച ആ ഒരു ധൈര്യം എവിടെ നിന്ന് കിട്ടി ഉണ്ണി? അത് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ആ സീൻ അങ്ങനെയാണ്, അതിന്റെ പ്ലേസ്മെന്റ് അങ്ങനെയാണ്. ഞാൻ ഈ ഇന്റർവ്യൂല് മൊത്തം ഞാനായിരിക്കും. ഓ ഡൺ. അതിനുള്ള ഫ്രീഡം എനിക്ക് തരണം. തീർച്ചയായിട്ടും നൽകിയിരിക്കുന്നു. సినిమాలోకి వెళ్తున్నాం అంత నా అదృష్టం, నేను ఇక్కడ ఉన్నా. ആണല്ലേ, നീ ഇത് പറയുമ്പോ എനിക്ക് ഒരുമാതിരി നാഗവല്ലി പോലെ തോന്നുന്നു. എന്റെ മനസ്സിൽ കൂടെ ഇപ്പൊ പോയതാന്നറിയോ ആ ഉണക്കമുന്തിരി പാട്ട്. പറക്ക പറക്ക മടുക്കുവോളം തിന്നോക്കിയ തിന്നോക്കിയ തേങ്ങ കൊത്തൊന്ന് കൊരിക്ക കൊരിക്ക വെറ്റലയും പാമ്പും ചവയ്ക്ക ചവയ്ക്ക. എടോ ഇത് രസല്ലേടോ ലിറിക്സ് തിരിച്ചു പാടുക. മനഃപൂർവ്വമായിരുന്നു. അല്ലല്ല, അതാ എക്സ്പ്രഷൻ കണ്ടറിയാം. അങ്ങനെയൊന്നും അത്രയ്ക്ക് അഭിനയിക്കാനുള്ള കഴിവ് ആർക്കുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഒരു പ്രത്യേക ജീവിതമല്ല. അല്ല, ഒരു സമയത്ത് ഗായത്രി എന്ന് പറഞ്ഞാൽ ട്രോളുകളുടെ ഒരു റാണി. ട്രോളുകളുടെ റാണി. ഒരു അനിയത്തിയുണ്ട്, ഇൻഫ്ലുവൻസർ കൂടിയാണ് അല്ലേ ചേച്ചി? അനിയത്തിയും കൂടെ എന്താ ഒരു ഫോട്ടോ ഇടാത്തെ? ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ തമ്മിൽ പ്രൊഫഷണൽ റൈവൽറിയാണ്. അതെ, ഇത് കേട്ടെങ്കി അവൾ എന്ത് പറയുമെന്ന്. അതല്ല ഞാൻ പറഞ്ഞ ഡെയിലി ഇത് എന്റെ കഞ്ഞിയിൽ പാറ്റുന്നുണ്ട്. മാഹിയാന ആയ മേരാ മാഹിയാന ആയ അക്കാദാ അക്കിയാ ജോ അഞ്ചോരൂനെ ദേ. ഈ ഹിന്ദി ലിറിക്സ് എനിക്ക് അറിയില്ല. ഇത് ഹിന്ദിയല്ല. അപ്പൊ പിന്നെ ധൈര്യമായല്ലോ. നിങ്ങൾ എന്നെ പിടിക്കാൻ മാധവൻ എന്താ പറ്റിയേ? മാധവൻ മരിച്ചു. ഹലോ എവരിവൺ, വെൽക്കം ടു ദ ഷോ. കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ കാണണം, അറിയണം, വിശേഷങ്ങൾ കേൾക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു താരമാണ് എൻ്റെ കൂടെ ഉള്ളത്. ലെറ്റ്സ് വെൽക്കം ഗായത്രി സുരേഷ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു വീണ. ഇത്തവണ ഞാൻ ഗായത്രിയെ കുറിച്ച് പെട്ടെന്ന് ആലോചന വന്നപ്പോഴാന്ന് പറയട്ടെ, ഒരു തെലുഗു ഒരു സാരി എടുത്ത ഒരു ഫൈറ്റ് സീൻ കണ്ടു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി എല്ലാവരുടെയും ഫോണിൽ അത് കിടന്ന് കറങ്ങുകയുമാണ്. ഫൈറ്റ് പഠിച്ചോ? അത് തെലുങ്ക് സിനിമയല്ല, അത് മലയാളം സിനിമയാ, ഉത്തമി എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അത് തമിഴിലേക്ക് ഡബ് ചെയ്തതാണ്. അപ്പോഴാണ് കുറച്ചുകൂടി ആൾക്കാർ യൂട്യൂബിൽ റിലീസ് ചെയ്തപ്പോൾ ആൾക്കാർ കുറെ കണ്ടു. ഗായത്രി അതിനിടയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നില്ലേ? അതിനെന്താ സംഭവിച്ചേ? കുറച്ച് നാള് നല്ല ആക്റ്റീവ് ആയിരുന്നു. പിന്നീട് ഞാൻ ബ്രേക്ക് എടുത്ത് പോയപ്പോ അതിനും ബ്രേക്കായി. പക്ഷെ ഇപ്പൊ ഞാൻ വീണ്ടും പതുക്കെ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ? ആ യൂട്യൂബ് ചാനലിലൂടെ താരമായ ഒരാളുണ്ട്. എനിക്ക് അറിയണമെന്ന് വളരെ ആഗ്രഹമുള്ള ഒരു കാര്യം, നിങ്ങൾ എങ്ങനെ അത് ഹിറ്റാക്കുന്നത്? അതെ അല്ലേ, നല്ല ബുദ്ധിമുട്ടുള്ള പണിയാടാ. ഫുൾ ടൈം നമ്മൾ ഇതിന്റെ പുറത്ത് ഇങ്ങനെ ഉണ്ടുറങ്ങി കിടക്കണം. അങ്ങനെയാ യൂട്യൂബ് ചാനൽ വളരുള്ളൂ. ഇനി അതിനുശേഷം ഒരു ആ യൂട്യൂബ് ചാനലിലൂടെ ഹിറ്റായ ഒരാളുണ്ടായിരുന്നല്ലോ, മാധവൻ. മാധവൻ എന്താ പറ്റിയേ? മാധവൻ മരിച്ചു. ആണോ? എന്ത് പറ്റി? അത് അൺനോൺ ആണ്. ആൾക്ക് കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് വയ്യായ ഉണ്ടായിരുന്നു. കാലിനൊക്കെ വയ്യ, മറ്റേ ഇതിന്ന് സോക്കറ്റിന്ന് വിട്ടുപോയിട്ട് നടക്കാൻ ഭയങ്കര വയ്യായ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാളായിട്ട് വയ്യാതെ പിന്നെ താഴത്തേക്ക് പോവാതിരിക്കുക, നടക്കാൻ പോവാതിരിക്കാതെയായി. അപ്പൊ ഞങ്ങൾ വിചാരിക്കണത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒറ്റ ദിവസം അങ്ങനെ കൊളാപ്സ് ചെയ്ത്. അതാണ് അൺനോൺ ആണ് ശരിക്കും. ഞാൻ കുറച്ച് പുറകോട്ട് റിവൈൻഡ് ചെയ്യട്ടെ. ഒരു സമയത്ത് എനിക്ക് പ്രണവ് മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ഏറ്റുവാങ്ങിയ ട്രോളുകൾ, വിമർശനങ്ങൾ ഒക്കെ അതിഭീകരമായിരുന്നു. ആ സമയത്തൊക്കെ ഗായത്രി ചിരിച്ചോണ്ടേ നിന്നിട്ടുള്ളൂ. നിങ്ങളൊന്നും എന്നെ ഉപദ്രവിക്കാതെ പോടോ എന്ന് ആരോടും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ ഒരു സന്തോഷമായിരുന്നു, അതോ ഉള്ളിനുള്ളില് വിഷമം ഉണ്ടായിരുന്നു? നെക്സ്റ്റ് അല്ല, ഞാൻ ചോദിച്ചാ ആ ഒരു കാലഘട്ടമൊക്കെ എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടേ ഇരുന്നിട്ടുള്ളൂ, അല്ലാതെ ആരോടും ഒരാളോടും മോശം. ഞാൻ താങ്കള് ഇതാക്കി പറഞ്ഞതല്ല, ഇത് ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നതാ. പ്രണവിനെ കുറിച്ച് പറഞ്ഞ നെക്സ്റ്റ്
അല്ല എന്നാലും ആ പ്രണവം നല്ല ചോദിച്ചേ. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഗായത്രി ഫുൾ ടൈം എന്നെ പോലെ, ഞാൻ ഫുൾ ടൈം എയറിലാണ്, അതുപോലെ ട്രോളുകളിലും എയറുകളിലുമായിരുന്ന ഒരാളാണ് ആ സമയത്ത്. പക്ഷെ വേദന ഉണ്ടായിരുന്നു അതോ? അതല്ലടോ, എനിക്ക് അറിയായിരുന്നു ഞാൻ ഐ ഡിസേർവ് ഓൾ ഓഫ് ദ ട്രോൾസ് എന്നുള്ളത് എവിടെയോ എൻ്റെ മനസ്സിൽ എനിക്ക് അറിയായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ കുറെയൊക്കെ ഓക്കെ ശരി, എന്താ പറയാ, ഐ ഡിസേർവ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ശരി. അതുകൊണ്ടാണ് ഞാൻ അത്രയും ചിരിച്ചുകൊണ്ട് എനിക്ക് നിന്നിരുന്നത്. അതല്ല എന്തുകൊണ്ടാണ് ഇത് എന്നോട് ഇങ്ങനെ ചെയ്യണേ, ഉണ്ടല്ലോ എന്തോ കാരണം ഉണ്ട് ചെയ്യാനായിട്ട്, അതുകൊണ്ട് തന്നെയാ ചെയ്യണേ, ആൻഡ് യു ഡിസേർവ് ഇറ്റ്. അല്ല ആ സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, അതായത് ഗായത്രിയുടെ അമ്മയോട് സംസാരിക്കുമ്പോഴും ഞങ്ങൾക്ക് ഇതൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല, അവൾ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ മാറ്റി മാറ്റി വിടുമായിരുന്നു. അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിയായിരുന്നു. അതൊക്കെ ഗായത്രിക്കും അറിയായിരുന്നു അല്ലേ? അങ്ങനെ വീട്ടിൽ വരെ ഒരു വഴക്കുണ്ടായിട്ടുണ്ടോ? വീട്ടിലെപ്പോഴും തന്നെ ഓരോന്ന് പറയുമ്പോ എന്താ ഗായത്രി അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത്, എന്താ ഇങ്ങനെ സംസാരിക്കണേ, ആൾക്കാർ നിന്നെ കളിയാക്കുകയാണ്, എന്താ നിനക്ക് എന്താ അത് മനസ്സിലാവണില്ലേ, എങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ മോത്തേക്ക് നോക്കുക, പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്, എല്ലാവരും അവരോട് വന്ന് ചോദിക്കല്ലേ ഇങ്ങനെ ഓരോന്നൊക്കെ. അപ്പോ ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു. ഇതിനൊക്കെ എങ്ങനെ ഡിഫെൻഡ് ചെയ്തോണ്ടിരുന്നേ? ഞാൻ ഡിഫെൻഡ് ഒന്നും ചെയ്യില്ല. ഞാൻ എന്റെ ലോകത്ത് ഞാൻ എന്തെങ്കിലും കേട്ടാലും ഞാൻ ഉണ്ടല്ലോ എന്തോ എനിക്കറിയാം, ഐ ഓൾവേസ് ന്യൂ ദാറ്റ് ഞാൻ നന്നാവും. അല്ല ഒരു സമയത്ത് ഗായത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോളുകളുടെ ഒരു റാണി, ആ ഒരു ലൈനായിരുന്നു. അല്ല അതൊക്കെ എൻജോയ് ചെയ്തിരുന്നു സത്യത്തില്. ഇങ്ങനെ നമ്മളിങ്ങനെ എല്ലായിടത്തും കാണുന്നതും എല്ലാവരും ഇങ്ങനെ ഓരോ ഓക്കെ ഗായത്രി അല്ലേ ഈ മണ്ട ചോദ്യം അങ്ങ് ചോദിച്ചേക്കാം എന്നുള്ള രീതിയിൽ ചോദിച്ചുകൊണ്ടിരുന്നതും അതൊക്കെ ഉള്ളിനുള്ളിൽ ഒരു സന്തോഷം ഉണ്ടാക്കിയിരുന്നു. സന്തോഷമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ഏറ്റവും പൊട്ട അവസ്ഥയിലൂടെ കടന്നുപോയിക്കായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു ഹയർ സെൽഫ് ഉണ്ട്, ലോവർ സെൽഫ് ഉണ്ട് അല്ലേ? എൻ്റെ ഏറ്റവും ലോവർ സെൽഫിലൂടെ കടന്നുപോയ കാലങ്ങളായിരുന്നു അത്. സോ അതുകൊണ്ട് തന്നെ ഇതൊന്നും മനസ്സിലാക്കാനുള്ള എന്താ ഒരു വിവേകം അല്ലെങ്കിൽ ബോധം അതൊക്കെ വളരെ കുറവായിരുന്നു. എന്തോ ഇങ്ങനെയൊക്കെ പോവായിരുന്നു, അങ്ങനെ അങ്ങനെ പോയി. പക്ഷെ എനിക്കറിയായിരുന്നു ഇത് കഴിഞ്ഞാൽ ഒരു കംബാക്ക് ഉണ്ടാവും. നമ്മൾ ചെയ്തൊരു മണ്ടത്തിലായിരിക്കും ആൾക്കാർ എടുത്തു വെച്ചിട്ട് അങ്ങ് ആഘോഷിക്കുക. അതെന്തുകൊണ്ടാന്നറിയോ? എത്രയോ ഇന്റർവ്യൂ ഗായത്രി കൊടുത്തിട്ടുണ്ട്, നമ്മൾ തന്നെ എത്രയോ തവണ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. എന്റെ മനസ്സിൽ കൂടെ ഇപ്പൊ പോയതാന്നറിയോ? ആ ഉണക്കമുന്തിരി പാട്ട് ഞാൻ എന്ത് ചെയ്യാനാ, സത്യമായിട്ട് ഞാൻ ഇതുവരെ ഓർത്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അല്ലേ ഇതിങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു. എന്ത് ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു എന്നിട്ടും ഇങ്ങനെയാണോ ആളുകള് എന്നെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു തോന്നല്? ഇല്ലടോ, അങ്ങനെയൊന്നും എനിക്ക് അന്നല്ല അടുത്താണ് പാടിയത് അല്ലെ. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. അത് പറയും, എടോ ഇത് രസല്ലേടോ എന്താ ലിറിക്സ് തെറ്റിച്ച് പാടുക, മനഃപൂർവ്വമായിരുന്നു അല്ലല്ല, അതാ എക്സ്പ്രഷൻ കണ്ടറിയാം. അങ്ങനെയൊന്നും അഭിനയിക്കാനുള്ള കഴിവ് ആർക്കുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അതൊക്കെ ശരിക്കും വെറ്റലയും പാമ്പും വെറ്റലയും പാമ്പും അതാ ഞാൻ പറഞ്ഞത്. എന്റെ ഏറ്റവും ലോവർ സെൽഫിലൂടെ കടന്നു പോണ സമയം അപ്പൊ നമ്മൾ ഇതൊന്നും നമ്മൾ ആലോചിക്കില്ല, അങ്ങോട്ട് പാടുകയാണ്. ഇപ്പോഴും ഞാൻ അങ്ങനെ തെറ്റിച്ച് പാടാറുണ്ട് കേട്ടോ. അല്ല വേറെ പാട്ടുകളൊക്കെ. ഇത്ര കോൺഫിഡൻസ് ആയിട്ട് പാടാൻ പറ്റുന്ന മറ്റൊരു പാട്ട് ഏതായിരിക്കും? പാണിതാ रंग वेख के पानीदा रंग वेख के मेरी अकिया जो अंजोरून दे अकिया जो अंजोरून दे. ഇതിലൊരു ഗുണമുള്ള എന്താണെന്നറിയോ? എന്താണ്? ഈ ഹിന്ദി ലിറിക്സ് എനിക്ക് അറിയില്ല. ഇത് ഹിന്ദിയല്ല എന്റെ പൊന്നെ, അല്ലല്ല പിന്നെ ഏത് ഭാഷ? പഞ്ചാബിയോ അങ്ങനത്തെയാണ്. അപ്പൊ പിന്നെ ധൈര്യമായല്ലോ. ഇനി നിങ്ങൾ എന്നെ പിടിക്കാൻ തമിഴ്, തെലുഗു, ഹിന്ദി, പഞ്ചാബി ഇതിൽ ഏത് ഭാഷയിലാണ് ഗായത്രിക്ക് കൂടുതൽ പ്രാവീണ്യമുള്ളത്? ഹിന്ദി. ഏതെങ്കിലും 2-3 മലയാള സെന്റൻസുകൾ തമിഴിലേക്കോ തെലുങ്കിലേക്കോ ആക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ? തെലുഗു മതി. അറിയാവോ? പറയോ? പറയാം. കറക്റ്റ് ആയിട്ട് തെലുഗു പഠിച്ച് നോക്കാം, പറയാൻ പറ്റും. ആണ്. ഈ ഇന്റർവ്യൂ എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂ എടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. ఈ ఇంటర్వ్యూ నాకు చాలా చాలా నచ్చింది. ఈ ఇంటర్వ్యూ അയ്യോ ഇടയ്ക്കിടയ്ക്ക് എനിക്കറിയില്ലടോ. ആണല്ലോ, പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വേണ്ട. ഈ ഇന്റർവ്യൂ
ഫ്രീക്വന്റ്ലി తీసుకుందాం. ഓ എടാ എങ്ങനെയാ ഇതൊക്കെ പഠിക്കുന്നേ? എടോ എളുപ്പാണ് തെലുഗു. കുറെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളത്തിനെക്കാട്ടൊക്കെ എത്രയോ എളുപ്പാ. സിനിമയിലേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ വരണം എന്നുള്ളതായിരുന്നു എൻ്റെ ഭയങ്കരമായ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കും. సినిమాలోకి వెళ్తున్నాం అంత నా అదృష్టం. నేను ఇక్కడ ഉണ്ടാവും. ആണല്ലേ? നീ ഇത് പറയുമ്പോ എനിക്ക് ഒരുമാതിരി നാഗവല്യ പോലെ തോന്നുന്നു. എന്നെ ഒന്ന് നോക്കിയിട്ട് ഇവരെ തറപ്പിക്കുന്ന പോലെ. സോറിഡോ, ഞാൻ കുറച്ച് ഭയങ്കര എക്സ്പ്രസീവ് ഞാൻ. ആണല്ലേ? ഇത് ഇങ്ങനെ എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഗായത്രി വല്ല തൃശ്ശൂർ സ്ലാങ്ങിലാണ് ഇത് പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന്? ഉണ്ട്. എന്നോട് എല്ലാരും ചോദിക്കൂലോ എന്താ തെലുങ്കില് പോയി തൃശ്ശൂർ ഭാഷയിൽ തെലുങ്ക് പറഞ്ഞു. ആണല്ലേ? ഇതന്നെ എന്റെ പ്രണവ് കഴിഞ്ഞ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ ചോദിക്കുന്ന ചോദ്യം. നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ആക്ട്രസിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ ഗായത്രി? അതായത് ഏതെങ്കിലും അവരുടെ ഒരു മാനറിസംസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ? ഞാൻ കുറെ ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. ആക്ട്രസുകളെ മാത്രമല്ല ആക്ടേഴ്സിനെയും ഇടയ്ക്ക് ഞാൻ അഭിനയിക്കുമ്പോ ഇവിടെ അത് ഇടാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടാറുണ്ട്. എന്താ ഒരു എക്സാമ്പിൾ എന്താ? ഞാൻ ലാലേട്ടനെ കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. ആണോ? ഒന്ന് കാണിക്കൂ. ഞാൻ ഉത്തമി എന്ന് പറഞ്ഞ സിനിമയിലെ ലാലേട്ടനെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെ? അത് നിന്റെ തെറ്റ്, അങ്ങനത്തെ ഒരു ആക്ഷൻ ഇല്ലേ ലാലേട്ടന്, അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിന്റെ തെറ്റ്. ഇത് ഒരു നടിയാണെങ്കിലോ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാറുള്ളത് കരീന കപൂറിനെ, കാവ്യ മാധവനെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് തോന്നാറുണ്ട്. അതെങ്ങനെ? കാവ്യ മാധവനെ എന്താ ഇമിറ്റേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഈ ഡബ് സ്മാഷ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുക ചിലപ്പോ കാവ്യ ചേച്ചിയുടെ ആയിരിക്കും. അങ്ങനെ പിന്നെ ദീപികയുടെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇത് എപ്പോഴെങ്കിലും ഒക്കെ ആളുകളെ ഗായത്രി ഇങ്ങനെ വല്ലവരൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാതെ സ്വന്തമായിട്ട് അവർ സ്വന്തം വ്യക്തിത്വം ഉണ്ടാക്കണം അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ, ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. എപ്പോഴാ അങ്ങനെ ഒരു എന്താ ഇൻസിഡന്റ്? അങ്ങനെ പറഞ്ഞിട്ടില്ലടോ, അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടത് ഇതൊന്നും ഈ ഇമിറ്റേഷൻസ് ഒക്കെ നിർത്തിയിട്ട് എന്താ പറയാ സ്വന്തമായിട്ടൊന്ന്. ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് ഒത്തിരി ടെൻഷനുകൾ ഒക്കെയാണ് അവരുടെ വീട്ടുകാർക്ക് ഉണ്ടാവുക. മോള് തന്നെ ലൊക്കേഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത്ര സേഫ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാസ്റ്റിംഗ് കൗച്ചുകൾ ഉണ്ടാവുന്നുണ്ടോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഭീഷണികൾ ഗായത്രിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇത് ഭീഷണികളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. കോളല്ല ചോദിച്ചിട്ടുണ്ട്, ഓഫ്കോഴ്സ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ നമ്മുടെ ഓപ്ഷനാണ്, നമ്മുടെ ചോയ്സ് ആണ് വേണോ വേണ്ടേ എന്നുള്ളത്. സോ ഐ ഹാവ് നോട്ട് ഗോൺ ഫോർ ഇറ്റ്. അങ്ങനെ ഒരു കാസ്റ്റിംഗ് കൗച്ചിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ട് ആ സിനിമയിൽ അവസരം നിഷേധിക്കപ്പെട്ടു. അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ? മേ ബി, അറിയില്ലടോ. ഞാൻ പറയട്ടെ, എനിക്കിത് നേരിട്ട് ഭയങ്കരമായിട്ട് ഇതിനെപ്പറ്റി സത്യമായിട്ടും എനിക്കറിയില്ല. അറിയാത്ത കാര്യത്തിനെ പറ്റി നമുക്ക് അങ്ങനെ ജഡ്ജ് ചെയ്ത് പറയാൻ പറ്റില്ല, ഒരിക്കലും ഇല്ല. പക്ഷെ ഇതില്ലാന്ന് വെച്ചിട്ട് ഒരിക്കലും എനിക്ക് വരുന്ന സിനിമകൾ വേണ്ടാന്ന് വെച്ചിട്ടില്ല. എനിക്ക് വന്ന സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇറങ്ങിയിട്ടുമുണ്ട്. അപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ളൊരു സ്ഥാനം ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവര് അതിനൊന്നും എഗൻസ്റ്റ് നിന്നിട്ടില്ലല്ലോ. അതൊക്കെ നടന്നിട്ടുണ്ട്, ആരും ഒന്നിനും എഗൻസ്റ്റ് നിന്നിട്ടില്ല. എന്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും അൺഗ്രേറ്റ്ഫുൾ ആയിട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഇത് എങ്ങനെയാണ്. അല്ല, അങ്ങനെയൊന്നല്ലേ. സ്വന്തം ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അനുഭവങ്ങൾ? ഇത് ഞാൻ ഇങ്ങനെയൊന്നും ഞാൻ ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് സിനിമകൾ പോയിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ടാവണായിരിക്കണം. മലയാളം ഇൻഡസ്ട്രി ഗായത്രിയെ അത്ര കാര്യമായിട്ട് വെൽക്കം ചെയ്യുന്നില്ല എന്ന് എപ്പോഴെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ? പറയുന്ന പോലെ കുറച്ച് മിസ്റ്റേക്സ് ആയാലും കാര്യങ്ങളായാലും വന്നിട്ടുണ്ട്. അപ്പൊ മേ ബി അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവാം ഉറപ്പായിട്ടും. പക്ഷേ ആഫ്റ്റർ ഐ കെയിം ബാക്ക് അവരെന്നെ അത്രയും നന്നായിട്ട് എല്ലാവരും, ഞാൻ ചില സമയത്ത് ഞാൻ ആലോചിക്കും ദൈവമേ എന്തൊരു സ്നേഹാണ് ഞാൻ ആലോചിക്കാറുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് ടൈം ടു. പക്ഷേ എനിക്ക് തോന്നുന്നു മലയാളം സിന്ദാബാദ്. ഏതെങ്കിലും കാലഘട്ടത്തില് നമുക്ക് വീട്ടുകാരോട് സഹായം ചോദിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? ഇല്ല. എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണേ. പക്ഷെ
കാറൊക്കെ അച്ഛൻ്റെ കേട്ടോ. അത് കുഴപ്പമില്ല, അതൊക്കെ അച്ഛൻ വാങ്ങിച്ചോട്ടെ. കാറും വീടും അച്ഛൻ്റെ ഇരുന്നോട്ടെ. വീടൊക്കെ അച്ഛൻ്റെയാണ്, പക്ഷെ അവിടെയാണ് ഞാൻ താമസിക്കണേ. പക്ഷെ ബാക്കി എന്റെ എല്ലാ കാര്യങ്ങളും ഒന്നിനും എനിക്ക് 21 വയസ്സ് മുതൽ, താങ്ക് ഗോഡ്. ആണല്ലേ, 21 വയസ്സ് മുതൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്വയമാണ് നോക്കുന്നത്. അതിൽ വീട്ടുകാർ വളരെ പ്രൗഡ് അല്ലേ? പിന്നെ അവർക്ക് സന്തോഷമാണല്ലോ. അത് ശരിയാണ്. 2 മക്കളും ഭയങ്കര സ്വയം പര്യാപ്തരാണോ? അമ്മ കല്യാണി വർക്കിംഗ് ആണ്. കല്യാണിക്കും 20 വയസ്സിൽ ജോലി കിട്ടി ആണ്. അപ്പൊ 2 പേരും ഇൻഡിപെൻഡന്റ് ആയതിൽ അച്ഛനും അമ്മയും വളരെ ഹാപ്പിയാണ് അല്ലേ? ഇപ്പോൾ അച്ഛനും അമ്മയും സ്ഥിരമായി പറയുന്ന ഒരു കാര്യം എന്താണ്? ഒന്ന് ഇവിടുന്ന് പോകുന്നത്. അതെന്താണ്? അതായത് ഞങ്ങൾ കാലങ്ങളായിട്ട്, ഞങ്ങൾ ജനിച്ച നാള് മുതൽ അച്ഛൻ്റെ അമ്മയുടെ കൂടെയാ. അപ്പൊ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മളൊന്ന് അവിടുന്ന് പോണല്ലോ, ഒന്ന് സ്വയമായിട്ടൊന്ന് ജീവിച്ച് പഠിക്കാനും ലോകം അറിയാനൊക്കെ. ഒരുപാട് പെൺകുട്ടികൾ വിവാഹം കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഗായത്രിയുടെ ഒരു ടേക്ക് എന്താണ്? എനിക്കിഷ്ടമാണ്, എനിക്ക് എല്ലാം എക്സ്പെരിമെന്റ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിക്കാനും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അത്രയും നല്ലൊരാളെ, അത്രയും ചേരുന്ന ഒരാളെ കിട്ടിയാൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. അല്ലാതെ എനിക്ക് കല്യാണം വാസ് നോട്ട് ഇൻ മൈ. ഇത് ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ ചിന്തിക്കുന്നത്, നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ആളാണ്, അച്ഛനും അമ്മയും സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവര് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അവരെടയ്ക്കെങ്കിലും ഇതൊക്കെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുമല്ലോ, മോളെ കല്യാണമൊക്കെ കഴിക്കണം എന്ന്. ഇതെങ്ങനെയാണ് അമ്മ ഭയങ്കര കൺവിൻസിങ് ആയിട്ട് പറയാറുള്ളത്? ഗായത്രി, നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കണം, അല്ലെങ്കിൽ ഒരു ദേഷ്യം, ഫ്രസ്ട്രേഷൻ ഇതൊക്കെ വരും. അത് അമ്മ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എങ്ങനെയാ പറയാ, നമുക്ക് ദൈവമേ എത്രയൊക്കെ നമ്മൾ പിടിച്ചേക്കാൻ നോക്കിയാലും. അച്ഛൻ എപ്പോഴെങ്കിലും ഈ കാര്യത്തെ കുറിച്ച് ഗായത്രിയോട്? ഇല്ല, അച്ഛൻ എന്നോട് പറഞ്ഞിട്ട് സത്യം പറഞ്ഞ കുറെ കാലായി കല്യാണം. എനിക്കൊരു 26-27 ആ സമയത്തൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഇപ്പോ അച്ഛൻ എന്നോട് പറയുന്നില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അമ്മയോടും അച്ഛനോടും എങ്ങനെയാണ് നമ്മൾ തിരിച്ച് കൺവിൻസിങ് ആയിട്ട് മറുപടി കൊടുക്കുന്നത്? അച്ഛനൊരു ഫോട്ടോ ഒക്കെ കൊണ്ടുവരും. എന്താ കേരള മാട്രിമോണിയിൽ അക്കൗണ്ട് ഉണ്ടോ? അതെനിക്കറിയില്ല, ഇനിയിപ്പോ ഞാൻ അറിയാതെ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യണ്ടോന്ന് എന്റെ അറിവിലില്ല. എന്താ അപ്പൊ അങ്ങനെ ഓരോ ആൾക്കാരുടെ, ഇത് ഹരിമാമയുടെ മറ്റേ ഫ്രണ്ടിന്റെ മോന്റെ മറ്റേ UK അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ട, ഞാൻ വെറുതെ നോക്കൂട്ടോ. എനിക്കറിയാം ഞാൻ എന്തായാലും പ്രൊസീഡ് ചെയ്യില്ല, കാരണം നമുക്ക് കാണാലോ. അതെ 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 അതെ, അത്രേ ഉള്ളൂ. അപ്പൊ പക്ഷെ നമ്മള് നോക്കും, എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കണ്ടേ? അവർക്ക് തന്നെ അറിയാം ഞാൻ സമ്മതിക്കില്ല. പിന്നെ എന്തെങ്കിലും ഒരു ഹരാണോ വെറുതെ വന്ന്? അതെ, വെറുതെ വന്ന് കാണിക്കുക, എന്നിട്ടൊരു നേരം പോക്ക്, ടൈം പാസ്. ഇത് മൂത്ത മോളുടെ അടുത്ത് ഇടക്കിയിട്ട് നടക്കുന്നില്ലെങ്കിൽ ഇളയ മോളുടെ അടുത്തേക്ക് പോകാന്നുള്ളത് ഒരു ട്രെൻഡാണല്ലോ. ഈ സാധനം അവിടെയും ഇറക്കാറുണ്ടോ? ഇല്ല കേട്ടോ, കല്യാണിക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കല്യാണിക്ക് ഇതുവരെ ഫോട്ടോ കാട്ടി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചേച്ചി അനിയത്തിക്ക് നേരെ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ടോ? ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫാൻസ് ആണ് രണ്ടുപേരുടെയും. ആണോ? അപ്പൊ ഞാൻ കല്യാണി ഭയങ്കര മാനേജ്മെന്റിന്റെ ആളാണ്. കല്യാണിക്ക് എങ്ങനെ കാര്യങ്ങൾ നടത്തിയിരിക്കണം അതൊക്കെ നന്നായിട്ട് അറിയാം. അപ്പൊ ഞാനത് നോക്കി കല്യാണിന്ന് പഠിക്കാറുണ്ട്. കല്യാണി എന്റെ അടുത്തുനിന്ന് എന്താ ഈ സ്പോണ്ടേനിയസ് ആയിട്ട് എങ്ങനെ ചെയ്യാം അതൊക്കെ കല്യാണി എന്റെ ഭയങ്കര ഫാനാണ്. ആണോ? മലയാളത്തിൽ തന്നെ ഒരു സിനിമ ഒരു നടിയെ മാത്രം മാറ്റി റീമേക്ക് ചെയ്യുകയാണെങ്കിൽ ഗായത്രിക്ക് ചെയ്യണം ഭയങ്കരമായ ആഗ്രഹമുള്ള ഒരു സിനിമ ഏതാണ്? I'll go for Bro Daddy. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരമായിരുന്നു. ഞാൻ എന്തൊക്കെ മനസ്സിലാലോചിച്ചിരുന്നത്, മണിച്ചിത്ര ഞാൻ ആലോചിച്ചിരുന്നത്. ഞാൻ ഒന്ന് ഡിഫറെന്റ് ആയിട്ട് പറയാം. എനിക്ക് അങ്ങനത്തെ സിനിമകളാണ് ഇഷ്ടം. റോം കോംസ് ഉണ്ടാവില്ലേടോ, ലവ് ആക്ഷൻ ഡ്രാമ, ബ്രോ ഡാഡി, അതൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര. കരിയറിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് വല്ലാതെ വേദനിപ്പിച്ച എന്തെങ്കിലും ഇൻസിഡന്റുകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കരിയറിന്റെ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ന്യൂ കമേഴ്സും അല്ലെങ്കിൽ നമുക്ക് ഒരു ഇതും ഇല്ലാതെ വരുന്ന ആൾക്കാരാണല്ലോ. അതായത് സപ്പോർട്ടും ഇതില്ലാതെ വരുന്ന ആൾക്കാരായോണ്ട് എന്താ കുറെ സ്ഥലത്ത് നമ്മളെ മാറ്റി നിർത്തുക അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് അറിഞ്ഞാൽ മതി ഇതുണ്ടാവും. നമ്മളെ ആരാ വൈ ഷുഡ് ദേ നമ്മളെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു നിലയിൽ എത്തണ വരെ ആ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ സഹിക്കാനും എവിടെന്നെങ്കിലൊക്കെ കിട്ടാനൊക്കെ ഇതുണ്ട്. പക്ഷെ ദാറ്റ് ഇസ് നോട്ട് ദി എൻഡ്. അങ്ങനെ ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ടോ? അതുണ്ട്. പക്ഷേ അതേസമയം മറ്റേ സമയത്ത് ഞാൻ വിചാരിക്കും ഇത്രയൊക്കെ കിട്ടാൻ ഞാൻ എന്ത് ചെയ്തു. അതും ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് അതും ഉണ്ടാവും. ആണ്. ഗായത്രിയുടെ ഇനിയൊരു ആഗ്രഹം എന്താ വെച്ചാൽ ഇപ്പം മലയാളം, തമിഴ്, തെലുഗു എല്ലാത്തിലും ഗായത്രിയുടെ പ്രസൻസ് ഉണ്ട്.
എവിടെയായിരിക്കും കൂടുതൽ ഇങ്ങനെ ഫ്ലറിഷ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയായിരിക്കും ആഗ്രഹം? എനിക്ക് ഹോളിവുഡ് വരെ പോണം എന്നാണ് എൻ്റെ ആഗ്രഹം. യെസ്, ബോളിവുഡിൽ ചെയ്യണം. ഹോളിവുഡിൽ ഞാൻ മലയാളത്തിലും തമിഴിലും തെലുഗുലും റെസ്ട്രിക്ട് ചെയ്തതിന് എന്നോട് ക്ഷമിക്കണം കേട്ടോ. അതല്ല, അതുകൊണ്ടല്ല, ഇപ്പൊ അതൊന്നും വലിയ പാടുള്ള കാര്യങ്ങളല്ല. ഇപ്പൊ ഹിന്ദി, ബോളിവുഡ് നമ്മുടെ കേരളൈറ്റ്സിന്റെ അത്രയും ഫാൻസ് ആണ്. അപ്പൊ ഇവിടുന്ന് എത്ര പേര് അങ്ങോട്ട് പോകണം? അപ്പൊ ഇറ്റ്സ് നോട്ട് ഓപ്പൺ ആണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഹോളിവുഡിൽ വരെ എത്താം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ. അപ്പൊ ഏതായാലും ഗായത്രിയുടെ കുറെ വിശേഷങ്ങൾ കേട്ടു. എല്ലാത്തിനും ഇത്തവണ വളരെ പ്രിപ്പയർഡ് ആയിട്ട് വളരെ ഡിപ്ലോമാറ്റിക് ആൻസേഴ്സുമായിട്ടാണ് ഗായത്രി വന്നിട്ടുള്ളത്. അല്ല, ഞാൻ ഇപ്പൊ അങ്ങനെയാണ്. അതാ പറഞ്ഞ, ഞാൻ എന്താണോ ഞാൻ അതായിരിക്കുന്നു. അപ്പൊ അതാ ഞാൻ പറഞ്ഞ, നിങ്ങൾക്ക് താങ്കൾ വിചാരിക്കും ഞാൻ വെറുതെ പ്രിപ്പയർഡ് ആയിട്ട് വരല്ല. ആണ്, പക്ഷെ കൊറേയൊക്കെ എനിക്ക് മനസ്സിലാവും ചെയ്യും. അപ്പൊ ഏതായാലും താങ്ക് യു സോ മച്ച്. ഗായത്രിയുടെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ്. അച്ഛനും അമ്മയ്ക്കും ഓൾറെഡി വളരെ വളരെ പ്രൈഡ് നൽകുന്ന മകളാണെന്നറിയാം. കൂടുതൽ അവർക്ക് പ്രൗഡ് മൊമെന്റ്സ് കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Learn CA, CMA, ACCA, CS from India's #1 faculty pool, Triple I Commerce Academy.